മഞ്ഞിലെ പാലം. 14 വയസ്സുകാരനായ മൈക്കേൽ ഒരു മലയോര ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അവിടെ എല്ലാ ദിവസവും രാവിലെ വഴിയുടെ നിലം കടുത്ത മൂടൽ മഞ്ഞ് നിറയുമായിരുന്നു. ഒരു ദിവസം തന്റെ കൊച്ചു സഹോദരി ലീനയ്ക്ക് അസുഖമാണെന്നും അവൾക്ക് ഉടൻ തന്നെ മരുന്ന് ആവശ്യമാണെന്നും അവൻ മനസ്സിലാക്കി. ടൗണിൽ എത്തണമെങ്കിൽ മൈക്കിളിന് ആഴത്തിലുള്ള ഒരു താഴ്വരയ്ക്ക് കുറുകെയുള്ള പഴയ തടിപ്പാലം കടക്കേണ്ടതായിരുന്നു. അവൻ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഭയം തോന്നി. മൂടൽ മഞ്ഞ് അത്ര കഠിനമായതിനാൽ പാലത്തിലെ ആദ്യത്തെ പലക പോലും അവൻ കാണാൻ കഴിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ പേടി നിറഞ്ഞു. പാലം എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലോ, ഞാൻ തെന്നി വീണാലോ, താഴേക്ക് പതിച്ചാലോ? അപ്പോൾ അവൻ തന്റെ വല്യമ്മയുടെ വാക്കുകൾ ഓർത്തു. മുഴുവൻ വലിയും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ചുവട് വൈകുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്. മൈക്കേൽ ദീർഘമായി ഒന്ന് ശ്വാസിച്ചുകൊണ്ട് മുന്നോട്ട് ചുവട് വെച്ചു. അവൻ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഓരോ പലകയായി മുന്നോട്ട് നീങ്ങുമ്പോൾ പാലം തന്നെ താങ്ങുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. ഓരോ ചുവടിലും അവൻ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് നടന്നു. ദൈവമേ, എന്നെ വഴി നടത്തണമേ. ദൈവമേ, എന്നെ പിടിക്കണമേ. സാവധാനം വളരെ ശ്രദ്ധയോട് അവൻ അപ്പുറത്തെ കരയിൽ എത്തുന്നവരെ നടന്നു. അവൻ മരുന്ന് വാങ്ങി സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി. അന്ന് രാത്രി തന്റെ സഹോദരി സമാധാനത്തോട് വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ മൈക്കേൽ മെല്ലെ പറഞ്ഞു, കർത്താവേ, വഴി കാണാൻ കഴിയാതിരുന്നിട്ടും ഞാൻ അങ്ങയിൽ വിശ്വസിച്ചു. പാഠം: എല്ലാ ഉത്തരങ്ങളും ഉണ്ടാകുകയോ പൂർണ്ണരൂപം മുന്നിൽ കാണുകയോ ചെയ്യുന്നതല്ല വിശ്വാസം. ജീവിതം അനിശ്ചിതത്തിലോ ആശയക്കുഴപ്പത്തിലോ ആയിരിക്കുമ്പോൾ ഓരോ ചുവടിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും ഭയം നിങ്ങളുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുമ്പോഴും അടുത്തത് എന്താണ് ചെയ്യണമെന്ന് അറിയാത്തപ്പോഴും വിശ്വാസത്തോട് ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ദൈവം കാണുന്നു. അവൻ നിങ്ങളെ സുരക്ഷിതമായി മുമ്പോട്ട് നയിക്കും. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ നിങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം.